എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ റാഗി കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് 2 പേർക്കുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് 2 ടേബിൾ സ്പൂൺ റാഗി പൊടി ഇടുവാണേ. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കട്ടയില്ലാതെ കലക്കി കൊടുക്കണേ. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കലക്കി എടുത്തിട്ട്, ഈ ഡ്രിങ്ക് റാഗി കൊണ്ടുള്ള ഉപയോഗം എല്ലാവർക്കും അറിയാമല്ലോ. ഒത്തിരി ഗുണങ്ങളുണ്ട് റാഗിയിലെ. കട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുത്ത് റാഗിപ്പൊടിയാണ്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ റാഗി പൊടി കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിലേ ഇത് ചെയ്യാവുള്ള, അല്ലെങ്കിൽ കട്ട പിടിക്കുവേ. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. റാഗി പല രീതിയിലും നമ്മൾ ചെയ്യുമല്ലോ. റാഗി പുട്ടും അല്ലാതെയൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നത് ഈ രീതിയിലൊന്ന് ചെയ്ത് കുടിക്കുവാണെങ്കിൽ ഒത്തിരി ബെനിഫിറ്റ് കിട്ടുന്നതാണെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് ഈ രീതി കാണിക്കുന്നത്. റാഗിപ്പൊടി നമുക്ക് എല്ലിനും പല്ലിനും പിന്നെ രക്തക്കുറവിനും മുടി വളർച്ചയ്ക്കും മുഖസൗന്ദര്യത്തിനും എല്ലാം പറ്റിയ ഒരിതാണ്. പിന്നെ ഈ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പറ്റിയ ഒരു ഇതാണ് റാഗി പൗഡറ്. ഷുഗർ ഉള്ളവർക്കും പിന്നെ വിളർച്ച മാറാനും അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു 3 മാസം മുതലാകുമ്പോഴത്തേക്ക് റാഗി വെള്ളത്തിയിട്ട്, അത് പഞ്ഞപ്പുല്ലെന്നും പറയുവേ, അത് വെള്ളത്തിയിട്ട് കുതിർത്തി അരച്ച് അവർക്ക് കുറുക്കായിട്ടൊക്കെ നമ്മളിത് കൊടുക്കുവേ. ഇത് അങ്ങനെ ചെയ്താലും നല്ലതാണ്. തലേദിവസം ഇച്ചിരി റാഗി എടുത്ത് വെള്ളത്തിയിട്ട് രാവിലെ അത് കുതിർന്ന് അരച്ചെടുത്ത് ചെയ്തേ നല്ലതാണ്. ഇത് ഞാൻ പൗഡറാണ്, പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതൊരു ഒത്തിരി തീ കൂട്ടാതെ ചെറിയ തീയിൽ ഇട്ട് നമുക്കൊരു 2-3 മിനിറ്റ് കൊണ്ട് ഇത് കുറുക്കി, ഇത് വേകണം. വെന്താലേ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടത്തുള്ളേ. നല്ല തിളച്ചത് കുറുകി വന്ന് വെന്തിട്ടുണ്ട്. അതേ കണ്ടോ. ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം. ഇത് തണുക്കട്ടെ. റാഗിപ്പൊടി കൊണ്ടുള്ള ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു റോബസ്റ്റ പഴമാണ് എടുത്തേക്കുന്നത്. അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തലേന്ന് രാത്രി വെള്ളത്തിൽ ഇട്ട 6 ബദാമും 6 നട്ട്സും രാവിലെ ആയപ്പോൾ അത് കുതിർന്ന് കിട്ടുവേ. പിന്നെ 3 ഈന്തപ്പഴം കുരു കളഞ്ഞെടുത്തത്. ഷുഗറൊക്കെ ഒത്തിരി ഉള്ളവർ ഈന്തപ്പഴം ചേർക്കണമെന്നില്ല, അങ്ങനെ തന്നെ കുടിക്കാവേ. ഞാനിത് ഈ പാലും മധുരവും ഒന്നും ചേർക്കുന്നില്ല. മധുരം വേണ്ടവർക്ക് തേനൊഴിക്കുവോ പഞ്ചസാര ചേർക്കുവോ എന്ത് വേണേലും ചെയ്യാം. പക്ഷേ നമ്മൾ ആ ഡയറ്റിൻ്റെ ഉള്ളവർക്കും കൂടെ ഉൾപ്പെടുത്തിയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് കുതിർന്ന ബദാമും നട്ട്സും മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. പിന്നെ ആ അരിഞ്ഞു വെച്ച റോബസ്റ്റാടെ പഴവും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആ 3 ഈന്തപ്പഴം കുരു കളഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഒരു ശകലം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ, മിക്സിയിൽ അടിച്ചെടുക്കാവേ. നമ്മളത് ഒരല്പം വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ. ഇനി അതിലേക്ക് നമുക്ക്, അത് റോബസ്റ്റ പഴം തന്നെ വേണമെന്നില്ല, നമുക്കത് ഏത് പഴം വേണേലും ചേർക്കാം. അതുപോലെ തന്നെ നമുക്കിതിൽ ആപ്പിൾ ചേർക്കാം, ഏത് ഫ്രൂട്ട് വേണേലും ചേർക്കാം. ഞാൻ റോബസ്റ്റ പഴം ചേർത്തത് ഒത്തിരി ഗുണങ്ങളുള്ള പഴമാണല്ലോ റോബസ്റ്റ. ഇനി അതിലേക്ക് നമുക്ക് റാഗിയും കൂടെ തണുക്കാൻ വെച്ച് കുറുക്കിയതോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. കൂടെ നമുക്ക് ഒന്നുകൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാവേ. ഇതെല്ലാവരും ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഇത് ഉൾപ്പെടുത്തണേ. ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ഈ റാഗി പൊടി കൊണ്ടുള്ള ഡ്രിങ്ക്. ഇത് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അടിച്ചെടുത്തുകൊണ്ട് വന്ന റാഗിയുടെ ഡ്രിങ്ക് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ധാരാളം. ഇന്നത്തെ ഈ വിഭവം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. മേളിൽ നമുക്ക് ഒരല്പം നട്ട്സ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇതിനു വേണ്ടി.